ദില്ലിയിൽ നിന്ന് ശരത് കെ ശശിയും ഒപ്പം തന്നെ കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസയും കോട്ടയത്ത് നിന്ന് പ്രവീണയും പത്തനംതിട്ടയിൽ നിന്ന് പ്രവീണും കാസർഗോഡ് നിന്ന് അർജുൻ കല്യാടും തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും നമുക്കൊപ്പം ചേരും. ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മളെ വിട്ടുപോയ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളുടെ ഇടങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ നമ്മൾക്കൊപ്പം ചേരുന്നത്. ഇന്നലെ രാത്രിയും പലയിടങ്ങളിലും അവരുടെ പ്രിയപ്പെട്ടവർ ഈ അഗ്നിബാധയിൽ വെന്തുമരിച്ചതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അവർക്ക് ലഭിച്ചിരുന്നില്ല. പലരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. ചില വീടുകളിൽ അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ, ചില വീടുകളിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ വാർത്തയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ തീപിടുത്തത്തെക്കുറിച്ച് അവരൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ കുവൈറ്റിൽ തീപിടുത്തമുണ്ടായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ വരാത്തതിനെ തുടർന്ന് അസ്വസ്ഥപ്പെട്ട നിരവധി ആളുകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആശുപത്രിയിൽ വിവിധ ഹോസ്പിറ്റലുകളിൽ വെന്റിലേറ്ററുകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നിടത്തേക്ക് ഇന്നലെ ഇന്ത്യൻ അംബാസഡർ സന്ദർശനം നടത്തുകയും എല്ലാ സഹായവും എംബസിയുടെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ നില സ്റ്റേബിളായി തന്നെ തുടരുകയും ചെയ്യുന്നു. ആദ്യം ദില്ലിയിലേക്ക് ഞാനൊന്ന് പോകുന്നു. അവിടെ ശരത് കെ ശശി നമുക്കൊപ്പമുണ്ട്. ശരത് കെ ശശി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ വേഗം തന്നെ സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം ഈ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനും അവരെ നാട്ടിലെത്തിക്കുന്നതിനുമുള്ള ഏകോപന ശ്രമങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ കുവൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവർക്കുള്ള ചികിത്സയും എംബസി ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റെന്തെല്ലാമാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരത്? അരുൺകുമാർ, അല്പസമയം മുൻപാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ഈ മരിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നാട്ടിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവിടെ പരുക്കേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുക. ഇതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ കീർത്തിവർദ്ധൻ സിംഗ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ മരിച്ച 49 പേരിൽ 42 43 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് 40 പേരുടെ മരണമാണ്. അതായത് ഇനി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ ചില മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുവിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അവിടെ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി എയർഫോഴ്സിൻ്റെ വിമാനമടക്കം സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അവിടെയുള്ള വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ഇന്ത്യൻ അംബാസഡർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളോടൊക്കെ തന്നെ സ്ഥിതിഗതികൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ ഈ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആളുകളെയൊക്കെ തന്നെ നാട്ടിലേക്ക്, അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈത്ത് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. ആ അവലോകന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം, അതുപോലെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് 50,000 രൂപ ചികിത്സാ സഹായവും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് വീണ്ടും ഒരു അവലോകന യോഗം ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേരാനുള്ള സാധ്യതയും കാണുന്നു. ഓക്കെ ശരത്, തുടരുക.